മുന്നൊന്നും നമുക്ക് ഇത്ര ചെറിയ ഗ്യാപ്പിലേക്ക് കൂടി പോകാൻ പറ്റൂലായിരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് തടി നന്നായി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. രാവിലെ തന്നെ കുക്കർ കടന്ന് കൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പക്കാ ഡയറ്റ് ഒന്നും അല്ല, എന്നാലും ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡയറ്റ് പൊട്ടും. എങ്ങനെ ഡയറ്റ് പൊട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഓണം, പെരുന്നാൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലാണ് നമ്മളെ കയ്യിൽ നിന്ന് പോവാറ്. പക്ഷെ ഇനി അങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്നാണ് മുകളിൽ നിന്നുള്ള നമ്മളെ കോച്ചിന്റെ ഓർഡർ. ഡയറ്റ് പ്ലാൻ ഒക്കെ റെഡിയാക്കുന്നതും കോച്ച് തന്നെയാണ്. വർക്കൗട്ട് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇത് പക്ഷികളുടെ ഒരു കൂട്ടത്തെ തന്നെ പാറുന്നതായിട്ട് കണ്ടു. നമ്മളെ മുറ്റത്തിട്ട് വണ്ടി തിരിക്കണമെങ്കിൽ എച്ചും വെല്ലും ഒക്കെ എടുക്കേണ്ടി തന്നെ വരും. വാഹനത്തിന്റെ 4 വശവും നോക്കി തന്നെ എടുക്കണം. ജിമ്മിൽ വന്ന് കയറിയപ്പോൾ ഇവിടെ മുഴുവനായിട്ടും കാലിയാണ്. ഡംബിൾസ് ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സുഖം. രാത്രിയിലെ കളി ഒഴിവാക്കി നമ്മൾ രാവിലെ കളിക്കാൻ തന്നെ കാരണം ഇതാണ്. രാത്രി ഭയങ്കര ക്രൗഡ് ആയിരിക്കും. എന്തായാലും വീഡിയോ എടുക്കുന്നതല്ലേ വെച്ച് ആവശ്യമില്ലാണ്ട് കുറെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് നമ്മൾ നേരെ പുറത്തേക്ക് 10 മണി 10:30 ആയപ്പോഴേക്കും നമ്മളെ കളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന പോക്കിലും സൂപ്പർ മാർക്കറ്റിൽ കയറണം. ജ്യൂസ് അടിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളും വാങ്ങണം. മുമ്പ് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ റൂം ഒരു ഗ്രാമപ്രദേശത്താണ്. അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആട് ഫാമും ഒട്ടകവുമാണ്. കൃഷി ഉപേക്ഷിച്ചു പോയ തരിശു ഭൂമിയും കാണാം. റൂമിലെത്തി വാന് നേരെ പാർക്കിങ്ങിൽ ഇട്ടു. പരമാവധി വെയിൽ ഒഴിവാക്കിയാണ് നമ്മൾ പാർക്ക് ചെയ്യാറ്. ജ്യൂസ് അടിക്കാനായിട്ട് തണുത്ത വെള്ളം വേണം. അതിനുവേണ്ടി വഴിയാത്രക്കാർക്ക് പുറത്ത് കുടിക്കാൻ വെച്ച പൈപ്പിൽ നിന്നും വെള്ളം പിടിച്ചു. ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കള് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.